സത്യൻ ഇവിടെ പ്ലീസ് അല്ല ശ്രീ സത്യൻ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ള ഫണ്ട് നിങ്ങൾ മരവിപ്പിക്കുന്നു, ബാക്കിയുള്ള പണം പിടിച്ചു പറിക്കുന്നു, ഭീകരമായ പെനാൽറ്റി അടയ്ക്കുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന ED റെയ്ഡിൽ ശേഷം കമ്പനികൾ ശതകോടികൾ തരുന്നു. ഇവിടെ അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് അടയാളപ്പെടുത്താൻ തെരഞ്ഞെടുപ്പാണ് ഇവിടെ കോൺഗ്രസ് പറയുന്നത്. മറുപടി എന്താണ്? ഇതൊക്കെ ആരോപണങ്ങളാ. ഇതൊക്കെ ഇപ്പൊ തന്നെ കോൺഗ്രസ്സുകാരനും CPI തമ്മിലടിക്കുന്നത് നമുക്കറിയാം. അതിർത്തി കടന്ന് അവരൊന്നാന്നുള്ളേ. ഇവിടെ നാടകം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നിയമാനുസൃതമായി EDയും CBIയും പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ഇവരൊക്കെ കോടതിയിൽ പോയല്ലോ. സീതാറാം കേസിൽ കോൺഗ്രസ് ട്രഷറായ കാലത്തെ പ്രശ്നമാണ്. എന്നാണ് സീതാറാം കേസിൽ ട്രഷറായത്? ഇതുവരെ ആദ്യം ഉറങ്ങുമായിരുന്നോ? അല്ല, ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. കുറച്ച് കാലതാമസം ഒഴിവാക്കണം. എത്ര വർഷമായി? കൊല്ലായാലും ഒഴിവാക്കണോ? ലാവ്ലിൻ കേസ് 10-15 കൊല്ലം ഒഴിവാക്കണോ? സുപ്രീം കോടതി എന്താ മാറ്റി വെക്കുന്നത്? സുപ്രീം കോടതി കേന്ദ്രം ചോദിക്കണ്ടേ? കേന്ദ്രമല്ലേ? CBI അല്ലേ? എന്താ മാറ്റി വെക്കുന്നത്? കോടതിയാ മാറ്റി വെക്കുന്നത്. CBI പറയാണ് മാറ്റി വെക്കാൻ. എന്താ മാറ്റി വെക്കുന്നത്? എന്താ മാറ്റി വെക്കുന്നത്? അപ്പൊ സുപ്രീം കോടതി അപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമാനുസൃത പരിപാടിയാ. ഇന്ത്യയിലെ ഒരുപക്ഷെ CPM ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ സംഭാവന കിട്ടിയിട്ടുണ്ട്. CPMന്റെ അതിന് ആവശ്യമില്ല. തിരുവനന്തപുരത്തിൽ 500 കോടി കട്ട CPM എന്തിനാ പൈസ? കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കൈയിട്ട് വാരിയ CPMന് ഈ പൈസന്റെ ആവശ്യമില്ല. ഇലക്ട്രൽ ബോണ്ട് ജനാധിപത്യപരമായ രീതിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. ഏത് അഴിമതി സുപ്രീം കോടതി ആവശ്യപ്പെട്ട സമയത്ത് കൊടുത്തോ? ആര് കൊടുത്തു? SBI എല്ലാം മടച്ചുക ശ്രമിച്ചു. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ല കൊടുത്ത. BJP വെളിപ്പെടുത്തിയോ? BJP വെളിപ്പെടുത്തിയോ? ധൈര്യമുണ്ടോ? മേധേന്ന് പണം വാങ്ങിയില്ലേ? മേഘേന്ന് പണം വാങ്ങിയില്ലേ? ശരത് റെഡ്ഡിയുടെ പണം വാങ്ങിയില്ലേ? സർ കെജ്രിവാളിന്റെ ഏക മാപ്പ് സാക്ഷി 59 കോടിയാ മേടിച്ച BJP. അഴിമതിയല്ലേ? ഇന്ത്യയിലെ നിയമാനുസൃതം ജീവിക്കുന്ന നിയമാനുസൃതം പ്രവർത്തിക്കുന്ന KYC ഉള്ള ഏത് പ്രസ്ഥാനത്തൊന്നും ഏത് വ്യവസായത്തിനും പഴിച്ചാവുന്ന എന്താ തെറ്റ്? ദാവൂദ് ഇബ്രാഹിം വാങ്ങോ? ദാവൂദ് ഇബ്രാഹിം ഇപ്പൊ വാങ്ങിയത് വരും. ദാവൂദ് ഇബ്രാഹിം മേടിക്കും BJP പണം. രാഷ്ട്രീയ പാർട്ടിക്ക് നിയമാനുസൃതം നിയമാനുസൃതമായ പൈസ ആണെങ്കിൽ വാങ്ങും. നിയമാനുസൃതമായി KYC ഉള്ള പൈസ ആണെങ്കിൽ വാങ്ങും. ബോംബെ ആക്രമണ കേസിലെ പ്രതിയാ ദാവൂദ് ഇബ്രാഹിം അറിയാവോ? ബോംബെ ആക്രമണ കേസിലെ പ്രതിയാ ദാവൂദ് ഇബ്രാഹിം അറിയാവോ? BJP പണം വാങ്ങോ? BJP പണം വാങ്ങും ദാവൂദ് ഇബ്രാഹിമിന്റെ. കഷ്ടവാ സാറേ, കഷ്ടവാ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഇതിനകം പ്രഖ്യാപിച്ചു. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തെ ഇദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്താണ്? ഉൾപ്പെടെ 6000 കോടി വാങ്ങി ഒരു മണ്ഡലത്തിൽ 12 കോടി വരും. വടകരയിൽ പ്രഫുൽ കൃഷ്ണന്റെ പോസ്റ്റർ അടിക്കാനും മറ്റു കാര്യത്തിനും 12 കോടി വരും. എന്തിനായത്? 50 ലക്ഷമേ ചെലവാക്കാൻ പറ്റൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നിടത്ത് 12 കോടി വാങ്ങി ഇവിടെ വാരി വിതറാൻ പോവുക 500 മണ്ഡലത്തിലും. ഞാൻ ചോദിക്കുന്നത് ഈ കാര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഇവർക്ക് ഒരു വ്യത്യാസമില്ല. എന്താ വിഷയം പറഞ്ഞാൽ കോൺഗ്രസ് ഈ പറയുന്ന അഴിമതി നടത്തി 10,000 കോടി ഇവര് വാങ്ങി. സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതാരാ? സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഈ CPM ഇങ്ങനെ ഒരു സംഗതി വാങ്ങിയിട്ടില്ല. വാങ്ങിയതുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാകും. മുതലാളിമാരോട് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച പറയുന്നത് ബാക്കിയുള്ള പാർട്ടികളെ കുറ്റപ്പെടുത്താൻ കോൺഗ്രസിനെ കൂട്ടിക്കെട്ടുക. നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കണം. BJPക്കൊപ്പമാണോ അതല്ല ഇന്ത്യ മുന്നണിക്കൊപ്പമാണോ? CPM എവിടെയാണ്?
CPM ഇന്ത്യ മുന്നണിക്കൊപ്പം ഉണ്ടോ? കേരളത്തിലെ ഉണ്ടെങ്കിൽ SDPI വടകരയിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? SDPIയുടെ വോട്ട് UDF മേടിക്കോ? തരൂരല്ല. അതേപോലെ തന്നെ 25,000 കോടിയുള്ള ഫാസിസത്തെ ഇല്ലാതാക്കപ്പെട്ട ഒരുമിച്ച് നിന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുക. 25,000 കോടി എവിടെ പോയി? SDPI വോട്ട് വാങ്ങിക്കോ? UDF SDPIയുടെ വോട്ട് മേടിക്കോ? ഞങ്ങൾ UDF-ന് വേണ്ടി പണിയെടുക്കുന്ന SDPI ആണിപ്പോ. മൈക്കിൽ UDF-ന് വേണ്ടി പണിയെടുക്കുന്ന SDPI ആണിപ്പോ. രാജ്യത്തെ ഒരു വർഗീയ ശക്തിയുമായും ഞങ്ങൾ കൂട്ടുകൂടില്ല, ഞങ്ങൾക്ക് ബന്ധമില്ല. കോലീബി സഖ്യം നടന്ന സ്ഥലം വടകര വടകരയും ബേപ്പൂരും കോലീബി സഖ്യം നടത്തി അന്ന് ഈ മുസ്ലിം ലീഗ് ഇവിടെ ജനസംഘോട് ചേർന്ന ആരാ? അന്ന് ജനസംഘോട് ചേർന്ന ആരാ? ജനസംഘ എല്ലാരും ഉണ്ടെന്ന് എല്ലാരും ഉണ്ടെന്ന് അണ്ണാ ഹസാരെ കൊണ്ടുവന്ന് BJPക്ക് വഴിയൊരുക്കിയവർ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ സുരേന്ദ്രൻ പറയാണ് വടകരയിൽ ഷാഫി ഒരു കാരണവശാലും ജയിക്കില്ല, അതുകൊണ്ട് തന്നെ പാലക്കാട് ബൈലക്ഷൻ മട്ടന്നൂരിലെന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പാലക്കാട് ബൈലക്ഷൻ ഉണ്ടാവില്ലെന്നാ പറഞ്ഞ? മട്ടന്നൂരുണ്ടെന്ന് പറയാത്ത എന്താ കേസ്? അതെന്തിനാ പറയുന്നത്? എന്താ പറയാത്തെ? നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ? തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ? എവിടെയുള്ള ഇന്ത്യ രാജ്യത്ത് 39% വോട്ടുള്ള പാർട്ടി എവിടാ? 39% വോട്ടുണ്ട് BJP. അതായത് സ്ഥിരമായിട്ട് BJP പറഞ്ഞൊരു വാക്കാണ് കേരളത്തില് CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? രണ്ടും ഒന്നാന്ന് പറയുമ്പോ CPM-നോട് പറയാനുള്ളത്, CPM ഈ BJP-യുടെ ആക്ഷേപം ഒഴിവാക്കണമെങ്കിൽ തൽക്കാലം നിങ്ങൾ ഇതിൽ മാറിയിട്ട് കോൺഗ്രസിന് പിന്തുണക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് മന്ത്രിസ്ഥാനം പോലും കൊടുക്കാതെ PP കിറ്റിന്റെ പേരിൽ ആരോപണ വിധേയ ഒരാളെ വടകര നിർത്തി മത്സരിപ്പിക്കുന്നത് നല്ലത്. നിങ്ങൾ ആ പിൻവലിച്ചിട്ട് എന്താണ് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് BJP-ന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി. കേരളത്തിൽ ഇത് പറയുന്നു, കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ BJP സർക്കാരിനെതിരെ നിരവധിയായി. കഴിഞ്ഞ ദിവസം JNU-ലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉൾപ്പെടെ വന്നു. ഇന്ത്യയിലെ കൃഷിക്കാരന്റെ തൊഴിലാളിയുടെ സമരത്തിൽ ജഹാംഗീർപൂരിൽ ബുൾഡോസർ വന്നപ്പോ ആ ബുൾഡോസറിന് നേരെ മുഷ്ടി ചുരുട്ടി തടയാൻ ഇന്ത്യയിലെ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ മാഹിയിൽ ഒരു കാര്യം, CPM അംഗങ്ങൾ 3 ഉള്ളൂ എങ്കിൽ പ്രത്യയശാസ്ത്രപരമായി വലിയ കരുത്തുണ്ടെന്നാ പറയുന്നത്. എന്തിനാണ് പ്രത്യയശാസ്ത്രപരമായ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് കേരളത്തിന് പുറത്ത് ഇവര് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെതിരെ പ്രസംഗിക്കുക. ഇത് ആത്മാർത്ഥമായല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇവർ രണ്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ CPM-ന് 2 സീറ്റ് ഉറപ്പായിട്ടാവും. ആ സീറ്റ് കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ രണ്ടാളൊന്നാന്നല്ലേ? തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ രണ്ടാളൊന്നാന്നല്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആദ്യം മുതലേ പറയുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അതിർത്തി കടന്നാൽ എല്ലാവരും ഒരുമിച്ചാണ്. തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഇപ്പുറത്ത് സ്റ്റാലിനും അപ്പുറത്ത് രാഹുലിനെ പടവുള്ള പോസ്റ്റർ ഇറക്കണം. മറുപടി 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 ആ ആ മറുപടി 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 അല്ല മറുപടി മറുപടി ആ അല്ല മറുപടി വേണ്ട മറുപടി വേണ്ട. ഇവരെ രണ്ടുപേരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരാളാണ്. ഇവരെ രണ്ടുപേരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരാളാണ്. മറുപടി 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 DMK മുന്നണിയിലാണ്, കോൺഗ്രസിന്റെ മുന്നണിയിലല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ CAA നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതേപോലെ പിണറായി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് അതിനെ പിന്തുണച്ചു. അവരവിടുത്തെ മുന്നണിയില്ല. ഇവിടത്തെ കോൺഗ്രസ് പറഞ്ഞു അത് നടക്കില്ല. എവിടെ കോൺഗ്രസ്? പിന്നെ അവിടെ ബേജാറ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എത്ര കിലോമീറ്റർ നടന്നേ? തെക്ക് വടക്ക് എത്ര കിലോമീറ്റർ നടന്നേ? കാര്യം
നടന്നതുകൊണ്ട് രാഷ്ട്രീയ സന്ദേശമല്ലേ? ബി ജെ പി പോയി. രാഷ്ട്രീയ സന്ദേശമല്ലേ? 3 ഓക്കേ, ഓക്കേ. പ്രസിഡന്റുമാർ ഈ രാജ്യത്തെ ബി ജെ പി പോയി. ബിജെപിയിലേക്ക് നാളെ കോൺഗ്രസ്സുകാരാണ് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിക്കുന്നത്. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ മുന്നണിയിലെ CPM മത്സരിക്കുന്നത്. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ മുന്നണിയിലെ CPM മത്സരിക്കുന്നത്. CPM-ന്റെ അഖിലേന്ത്യാ യെച്ചൂരി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാണ് പറഞ്ഞത്. അതെ, മാറി നിൽക്കും എല്ലാരും ബഹളം വെക്കുക. ഓക്കെ, അപ്പൊ തിരികെത്താൻ ഒരു ചെറിയ ഇടപാട് കൂടി.